ഇറാന്റെ ആണവ പദ്ധതി തകർക്കുക എന്നതായിരുന്നു ഇസ്രയേലിന്റെ എക്കാലത്തെയും അതിമോഹം. ഇനിയും അതിനുള്ള ശ്രമമുണ്ടായാൽ ലോകക്രമം തന്നെ മാറി മറിയുമെന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ ഇസ്രയേൽ തുടക്കമിട്ടിരിക്കുന്നത് ദി ഡെഡ്ലി വാർ അഥവാ മരണക്കളിക്കാണ്. ഇസ്രയേൽ ഇതുവരെ നടത്തിയ യുദ്ധമല്ല, ഗാസയിലും ലബനനിലും ലിബിയയിലും നടന്നതല്ല ഇനി കാണാൻ പോകുന്നത്. ഇറാന്റെ പടത്തലവൻ ഒപ്പം പരമോന്നത ആത്മീയ നേതാവിന്റെ ഉപദേഷ്ടാവ് രണ്ടുപേരെയും ഒറ്റ ദിവസം ഇല്ലാതാക്കി ഇസ്രയേൽ നൽകുന്ന സന്ദേശം അതീവ ഗുരുതരമാണ്. ഈ ആക്രമണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഇറാന്റെ നതാൻസിലെ ആണവ ഇന്ധന നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചുവെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വെളിപ്പെടുത്തിയത്. ഇറാൻ അതിന്റെ ആണവ ഇന്ധനം കൂടുതൽ നിർമ്മിച്ചിരുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നാണ്. പക്ഷേ ഇസ്രയേലിന്റെ ആക്രമണശേഷം എത്ര നാശം അതിന് വന്നു എന്നത് വ്യക്തമല്ല. ഇനി ആദ്യം സംഭവിക്കുക ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടുന്നതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുന്നതായിരിക്കും. അതോടെ ഇറാൻ സ്വതന്ത്രമാകും. എത്ര വലിയ നാശമാണെങ്കിലും 1 വർഷം കൊണ്ട് ഇറാൻ ആ സംവിധാനം പുനഃസ്ഥാപിക്കും എന്ന് കരുതുന്നവരാണ് ഏറെയും. അല്ലെങ്കിൽ മണ്ണിനടിയിൽ അനേകം രഹസ്യ കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും ആണവായുധം നിർമ്മിക്കാം. ഇപ്പോൾ ഇസ്രയേൽ തുടക്കമിട്ടിരിക്കുന്നത് ഡെഡ്ലി വാർ അഥവാ മരണക്കളിക്കാണ്. അത് തിരിച്ചറിഞ്ഞതോടെയാണ് ലോകത്തെ ഓഹരി വിപണികളെല്ലാം കുത്തനെ ഇടിഞ്ഞത്. ഉത്പാദനത്തെ ബാധിക്കുമെന്നതിനാലാണ് നിന്ന നിൽപ്പിൽ എണ്ണവില കുതിച്ചുയർന്നത്. തിരിച്ചടിയായി ഇറാൻ ഇപ്പോൾ ഡ്രോണുകൾ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ. ഇറാൻ ഒറ്റയ്ക്കല്ല എന്നതാണ് ലോകത്തെ ഭയപ്പെടുത്തുന്നത്. ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചാൽ ആദ്യം റഷ്യയും പിന്നെ ചൈനയും ഇറാനൊപ്പം ചേരാം. ലബനനിലും ലിബിയയിലും ഇറാൻ ഒരുക്കിയ സജ്ജീകരണങ്ങൾ ഇതിനൊപ്പം എത്തും. നിരവധി ചെറു രാഷ്ട്രങ്ങൾ പിന്നാലെ എത്തും. റഷ്യ ഇറാനൊപ്പം ചേരുന്ന നിമിഷം ഇസ്രയേലിനു വേണ്ടി അമേരിക്കയും ഇറങ്ങും. ആ ഒരു നിമിഷത്തിനെന്നതുപോലെ കാത്തുനിൽക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളും. അങ്ങനെയൊരു യുദ്ധമുണ്ടായാൽ അത് 3ാം ലോക യുദ്ധമായി മാറുകയും ചെയ്യും. സാമ്പത്തികമായി വളർച്ച മുരടിച്ചു നിൽക്കുന്ന ലോകത്തിന് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ് അങ്ങനെയൊരു യുദ്ധം. ഇത്തരം ആക്രമണങ്ങൾ ഒരു ഗുണവും ചെയ്യില്ലെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. 15 വർഷം മുൻപ് ഇസ്രയേൽ സൈബർ ആക്രമണം നടത്തി ഇറാന്റെ ആണവ പദ്ധതികളെല്ലാം അട്ടിമറിച്ചതാണ്. ഒറ്റ വർഷം കൊണ്ട് അതെല്ലാം പുനർനിർമ്മിച്ചാണ് ഇറാൻ വീണ്ടും ആണവ വഴിയിലെത്തിയത്. കടുത്ത ഉപരോധം പ്രഖ്യാപിച്ച് കഷ്ടപ്പെടുത്തിയിട്ടും ഇറാന് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ശക്തി കാണിക്കുന്നത്. നെതാൻസിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇതാദ്യമായല്ല ആക്രമിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടെ അമേരിക്കയും ഇസ്രയേലും അസംഖ്യം നീക്കങ്ങൾ നടത്തിയതാണ്. ഒളിമ്പിക് ഗെയിം എന്ന് പേരിട്ട ജോർജ് ബുഷിന്റെ കാലത്താണ് ഇറാന്റെ ആണവശേഷി തകർക്കാനുള്ള നീക്കം ആരംഭിക്കുന്നത്. ബരാക് ഒബാമയുടെ കാലത്താണ് അതിന് വേഗം കൈവന്നത്. എന്നാൽ പ്രതിക്രിയകളെല്ലാം മറികടന്ന് ഇറാൻ മുന്നേറുകയായിരുന്നു. 2015-ൽ നദാൻ ആണവ കേന്ദ്രത്തിന് സമീപമുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ ഇസ്രയേൽ തകർത്തിരുന്നു. ആ സംവിധാനവും ഇറാൻ അതിവേഗം പുനഃസ്ഥാപിച്ചു. ഇസ്രയേലിന് തിരിച്ചടി നൽകാൻ ഇറാനാകില്ല. അതിനു മറുപടിയായി വീണ്ടും ആക്രമണത്തിന് ഇസ്രയേൽ ഒരുങ്ങിയാൽ പിന്നെ കഥ മാറും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.